ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത ടൊവിനോ ഫിലിമായ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് കിടക്കാം. മിനിഞ്ഞാന്ന് രാത്രി 9 മണിക്കത്തെ ഷോയ്ക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ തിയേറ്റർ കൂട്ടി കിടക്കുകയായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇത് എന്ത് പറ്റി. അപ്പോൾ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇല്ല 7 മണിക്കത്തെ ഷോയ്ക്ക് 6:30 ഷോയ്ക്ക് ഭയങ്കര ആളായിരുന്നു, ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ അമ്പലത്തിലെ പരിപാടികളൊക്കെ കാരണം ആരും വരാത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു. ഏകദേശം 9:05 ഞങ്ങൾ തിയേറ്ററിൽ കയറ്റി. ഞങ്ങൾ തിയേറ്ററിൽ കയറുമ്പം ഏകദേശം 6 പേര് മാത്രമേ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 6 പേരെയൊക്കെ കയറ്റി കാണിക്കുന്നത് എനിക്കറിയത്തില്ല എന്തുകൊണ്ട് സിനിമ ഞങ്ങളെ കാണിക്കാൻ ഇട്ടു എന്ന് അറിയത്തില്ല. എന്താണെങ്കിലും സിനിമ ഇട്ടു, സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമയ്ക്കകത്ത് 2 കുറ്റാന്വേഷണങ്ങളാണ് നടത്തുന്നത്. ഇതിൻ്റെ അകത്ത് സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമയുടെ മുഴുവൻ ഒരു പിടുത്തവും ഇരിക്കുന്നത്. കാരണം സിനിമ തുടങ്ങി ഹാഫ് വരെ ഒരു കേസ്, ഹാഫിന് ശേഷം വേറെ ഒരു കേസ്, ആ രീതിയിലേക്ക് സിനിമയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന, അതായത് നമുക്ക് സിനിമയുടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പലരും എന്നോട് പറഞ്ഞു കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമ നല്ലതാണ്. ശരിയാ, ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരാളെ എങ്ങനെ കൊന്നു, അല്ലെങ്കിൽ അത് ഒറിജിനലായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വെപ്രാളവും അയാളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കാണിച്ച്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനലായിട്ട് കാണിച്ചു വരുമ്പം കുറച്ച് ലാഗാകും. അല്ലാതെ വേറൊരു രീതിയിലും സിനിമയ്ക്കകത്തൊരു സ്ലോ എനിക്ക് തോന്നിയിട്ടില്ല. വളരെ നാച്ചുറലായിട്ട് തന്നെ എടുത്തിരിക്കും. കാരണം SI ആണ് ടൊവിനോ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പൈസയുടെ മേലെ CI ഉണ്ട്, SP ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ CI SP അത്രയ്ക്കും പാവങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ SIനെ നന്നായിട്ട് നാണം കെടുത്ത സീൻസ് ഒക്കെ വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, സാധാരണപ്പെട്ട അല്ലെങ്കിൽ അത്യാവശ്യം ഒരു 90% പോലീസ് സ്റ്റേഷനിൽ ഇതേ രീതിയിലൊക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം ഞാൻ SI ആണ്, ഞാൻ കോൺസ്റ്റബിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബലം പിടിച്ച് SP-യുടെ ഒക്കെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞിട്ടൊന്നും കാര്യമില്ല. പട്ടിയുടെ വില പോലും അവർ തരത്തില്ല. അത് തന്നെ നമ്മൾ ഈ സിനിമയ്ക്കകത്ത് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഒരു പോലീസുകാരൻ കള്ളം പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നേരായിട്ടുള്ള ഒരു മനുഷ്യനാണ്. സോ മേലുദ്യോഗസ്ഥന്മാർ പല രീതിയിലും കേസുകൾ നോക്കുന്നുണ്ടെങ്കിലും തൻ്റേതായ ഇഷ്ടത്തിൽ നോക്കി തെളിയിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. ടൊവിനോയുടെ കൂടെ 3 കോൺസ്റ്റബിൾസും കൂടിയുണ്ട്. എനിക്ക് തോന്നുന്നത് ടൊവിനോയുടെ ഒപ്പം തന്നെ, അല്ലെങ്കിൽ ടൊവിനോയുടെക്കാളും നന്നായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ക്യാരക്ടറൊക്കെ വളരെ മെച്ചമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ത്രില്ലർ മൂവി, അല്ലെങ്കിൽ ഇതൊരു സസ്പെൻസ്, അതായത് നമ്മളെ എവിടെയെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാക്കും, സസ്പെൻസ് തരും എന്ന ഒറ്റ പ്രതീക്ഷ കൊണ്ടാണ് ഈ സിനിമയ്ക്കകത്ത് കയറിയത്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് ട്വിസ്റ്റുകളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലതൊക്കെ പ്രെഡിക്റ്റബിൾ ആയിരുന്നുവെങ്കിലും ക്ലൈമാക്സിൽ എത്തിയപ്പോൾ അതൊന്ന് വഴുതിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ആളുകളൊന്നും അല്ലായിരുന്നു നമ്മുടെ കൺമുന്നിൽ പ്രതിയായിട്ട് വന്നത്. പിന്നെ ഈ പോലീസുകാർക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും ഇവരുടെ ജീവിതം കൂടി കാണിക്കുന്നുണ്ട്. കാരണം ഇവർ ഒരു കേസിലേക്ക് ഇറങ്ങുന്നു, പരാജയങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അവിടെ ബാക്കിയുള്ള പോലീസുകാരുടെ പരിഹാസങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ അതിൽ നിന്നും ഓവർകം ചെയ്ത് കുറ്റം തെളിയിക്കുന്നതിൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നു. അതിൽ നിന്നും ഇവരുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ജോലിക്കും വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ വളരെ നാച്ചുറലായിട്ട് തന്നെ സംവിധായകൻ അല്ലെങ്കിൽ ഡാർവിൻ കുര്യാക്കോസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സ്ക്രിപ്റ്റ് നല്ലതാണ്, എടുത്തിരിക്കുന്ന രീതി നല്ലതാണ്. ഭയങ്കര സ്പീഡുള്ള സ്റ്റോറി, അല്ലെങ്കിൽ ക്രിസ്റ്റഫറിനെ പോലെ വെടി പുക അതുപോട്ട് സിനിമകളൊന്നുമല്ല. വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കുറ്റാന്വേഷണങ്ങളാണ്. അതിൽ പറ്റിയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. സോ എല്ലാവരും പോയിരുന്ന് കാണേണ്ട ഒരു പടമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10ൽ ഒരു 8 മാർക്കെങ്കിലും ഞാൻ കൊടുക്കും.